നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനം, ശാന്തി, ഈശ്വരകൃപ, ആയുരാരോഗ്യം, രോഗശാന്തി, ഈ ലോക ജീവിതം എല്ലാ നന്മ സുഖങ്ങൾ എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാരായണീയം ദശകം 77 നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ജരാസന്ധ യുദ്ധം. ഭഗവാനെയും കാരണം എന്താ ശത്രുവാകാൻ കാരണം മനസ്സിൽ ഓർമ്മയുണ്ടോ? കംസൻ്റെ മക്കളാണ് 2 ഭാര്യമാർ കംസൻ്റെ. അപ്പോൾ കംസനെ ഭഗവാൻ വധിച്ചതുകൊണ്ട് ജരാസന്ധന് ശത്രുത്വം. അങ്ങനെയാണ് യുദ്ധം ഉണ്ടാകുന്നത്. അത് നമ്മൾ 11-ാം ശ്ലോകം വരെ വായിച്ചു. അതിൻ്റെ കുറച്ച് മനസ്സിൽ ഓർമ്മ വരാൻ വേണ്ടി ഞാൻ പറയാം. ഭഗവാനോട് അവസാനം 3 കോടി യവനപ്പടയോടുകൂടി ഈ ജരാസന്ധൻ ഭഗവാനോട് എതിർക്കാൻ വന്നു. അത് കണ്ടപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ സമുദ്രമധ്യത്തിൽ, നമുക്ക് അവസാനത്തെ കുറച്ച് ഭാഗമാണ് മനസ്സിലാക്കുന്നത്. സമുദ്രമധ്യത്തിൽ വിശ്വകർമാവിനെ കൊണ്ട് ഒരു പുരി തീർന്നിട്ട് ഭഗവാന്റെ ആളുകളെ മൊത്തവും ഭഗവാന്റെ യോഗബലം കൊണ്ട് അവിടെ എത്തിച്ചു. അപ്പോൾ യോഗബലമാണ് പരമാത്മാവായ കൃഷ്ണന്. അങ്ങനെ ആ യോഗബലം കൊണ്ട് അവരാരും എവിടെ നിന്നിർത്തുന്നത് നോക്കുമ്പം ദ്വാരകയിൽ. അതാണ് യോഗബലം കൊണ്ട് അവിടെ എത്തിച്ചു എന്ന് പറയുന്നത്. നടന്നൊന്നുമല്ല, അവിടെ ഭഗവാൻ വിചാരിക്കുമ്പോൾ അവിടെ ചെല്ലും. അതാണ് നമ്മൾ അവസാനം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പിന്നെ എന്ത് ചെയ്ത് എല്ലാവരും അവിടെ ആക്കിയിട്ട് ഒറ്റയ്ക്ക് ഒരു താമര പൂമാല അണിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി, പുരത്തിൽ നിന്ന് ദ്വാരകയിൽ നിന്ന് ഇറങ്ങി കാൽനടയായി ഭഗവാൻ ഓടിത്തുടങ്ങി. കാരണം 3 കോടി യവനപ്പടയല്ലേ വന്നേക്കുന്നത്. അപ്പം സമുദ്രത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. കാരണം അവിടെ വഴിയൊന്നും മറ്റാർക്കും ചെയ്യാം. ഇതൊക്കെ യോഗബലം പോലെയാണല്ലോ. ഭഗവാൻ വിചാരിച്ചാലേ പറ്റൂ. അതുകൊണ്ട് ശത്രുക്കൾക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ തന്നെ പുരി തീർത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മുമ്പ് എവിടെയോ അങ്ങനെ വായിച്ചതായിട്ടൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് കാൽനടയായി ഒരു പൂമാല, താമരപ്പൂ കൊണ്ടുള്ളൊരു മാല അണിഞ്ഞിട്ട് അവിടെ നിന്ന് കാൽനടയായി ഓടിത്തുടങ്ങി. ഇത് കണ്ട യവനൻ അവിടുത്തെ ഭഗവാന്റെ പുറകേ ഓടി. ഭഗവാൻ എങ്ങോട്ട് പോകുന്നു അവിടേക്ക് തന്നെ യവൻ കൂടെ ഓടി. ഭഗവൽ കരം കൊണ്ട് യവന് മരണമടൻ യോഗമില്ല, സുഹൃതമില്ല. അതുകൊണ്ട് അവൻ പുറകെ നടന്നോട്ടെ എന്ന് കരുതി. കാരണം വേണമെങ്കിൽ ഭാവനെന്ന് വധിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഭഗവാൻ കരുതിയത് അങ്ങനെയല്ല. ആരോ ഭഗവാൻ അറിയാം ഇന്നടത്ത് ചെന്നാൽ ഇന്നാരവനെ വധിച്ചോളൂ എന്ന് ഭഗവാൻ മുന്നേ കൂട്ടി കണ്ടിട്ടാണ് ഭഗവാൻ അങ്ങനെ ഓടിയത്. അത് ഭഗവാൻ ഓടാതെ ഇവിടെ ഇരുന്ന സമുദ്രത്തിൻ്റെ മധ്യത്തിലുള്ള ആ ദ്വാരകൾ ഇരുന്നാൽ ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവനെ കൊല്ലണമല്ലോ. അതുകൊണ്ട് ഭഗവാൻ ഓടി തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മുചുകുന്ദൻ്റെ അടുക്ക ചെല്ലുന്നു വേണം. അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഭഗവാൻ ഓടിയപ്പോൾ ഇവനും കൂടെ ചെന്നു, കൂടെ പുറകേ ഓടി. ഭഗവത് കരം കൊണ്ട് അവന് മരണമടയാനുള്ള യോഗം സുഹൃതം ഇല്ലാത്തത് കൊണ്ട് അവൻ പുറകേ തന്നെ അനുധാവനം ചെയ്തു ഭഗവാന്റെ അടുക്കലേക്ക് തന്നെ നിന്ന് ഓടി. അപ്പം ഭഗവാൻ ഓടി എവിടെ ചെന്നു? ഒരു പർവ്വത ഗുഹയ്ക്കുള്ളിൽ കടന്നങ്ങ് ഒളിച്ച്. പെട്ടെന്ന് ഭഗവാൻ കയറിയതും ഒളിച്ചതും ഒത്തിരുന്ന്. കാരണം ഇവനും തൊട്ട് പുറകെ ഉണ്ട്. അവിടെ ഭഗവാൻ അറിയാം, അവിടെ ഭഗവാന്റെ ഭക്തൻ മുചുകുന്ദൻ അവിടെ ഉറങ്ങുന്നുണ്ടെന്ന് പരമാത്മാവിനെ അറിയാം, കൃഷ്ണൻ അറിയാം. അവിടെ മുചുകുന്ദൻ എന്ന രാജാവ് ഉറങ്ങുന്നുണ്ടായിരുന്നു ആ ഗുഹയ്ക്കകത്ത്. അങ്ങയുടെ പുറകേ ഗുഹയ്ക്കുള്ളിൽ എത്തിയ യവനൻ ഭഗവാന്റെ തൊട്ട് പുറകേ ഉണ്ട്. ഭഗവാൻ പെട്ടെന്ന് ഒളിച്ചല്ലോ. അങ്ങനെ തൊട്ട് പുറകേ എത്തിയ ഈ യവനൻ ഭഗവാനാണ് കിടന്ന് ഉറങ്ങുന്നതെന്ന് തെറ്റിദ്ധരിച്ച് ഓടിച്ചാടി ക്ഷീണിച്ചു വന്ന് കിടന്നതായിരിക്കും. അങ്ങനെയാന്ന് കരുതിയവൻ എന്ത് ചെയ്ത്? തെറ്റിദ്ധരിച്ചിട്ട് ഉറങ്ങുന്ന മുചുകുന്ദനെ ഒരു ചവിട്ട് കൊടുത്തു. ചവിട്ട് കൊണ്ട് ഉണർന്ന മുചുകുന്ദൻ നേരെ നോക്കിയത് എവിടെയാ? യവനൻ്റെ മുഖത്ത്. ഉടനെ തന്നെ അവൻ ഭസ്മമായി. യവനൻ അങ്ങ് മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? വിഷ്ണു രൂപത്തിൽ മുചുകുന്ദൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷമായ അദ്ദേഹം ഭക്തനാണ്, ഭഗവാന്റെ ഭക്തനാണ്. അപ്പം നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഏത് വഴിയായി നമ്മൾ എവിടെ കിടന്നാലും, നമ്മൾ ഓടെ കിടന്നാലും വിധിയുണ്ടോ? ഭഗവാനെ കാണാൻ വിധിയുണ്ടോ? സാധിച്ചിരിക്കും. മുചുകുന്ദൻ നല്ല ഉറക്കം, പക്ഷേ ഭഗവാന് പ്രത്യക്ഷമായി കാണാനുള്ള യോഗം മുചുകുന്ദനുണ്ട്. അവിടെ ഭക്തനാണ് എപ്പോഴും. എന്നുവെച്ചാൽ ഈ രാജാവാണ് മുചുകുന്ദൻ. പക്ഷെ ആ സുഖങ്ങളെല്ലാം ത്യജിച്ചു കളഞ്ഞു. എല്ലാത്തിൽ നിന്നും മുക്തനായിട്ടാണ് ഭഗവാനേ എന്നുള്ള ശരണം മാത്രം. നമുക്കും ഇതാണ് പഠിക്കാനുള്ളത്. നമുക്കും
എന്തെല്ലാം സുഖജീവിതം ഉണ്ടെങ്കിലും അതിലൊന്നും മനസ്സ് വേണ്ട. അതൊക്കെ ഈ നശ്വരമാണല്ലോ. ഭഗവാനെ തന്നെ മുറുകെ അങ്ങ് പിടിച്ചാൽ നമുക്ക് ഒരു ആപത്തും വരത്തില്ല. എവിടെ കിടന്നാലും നമുക്ക് ചിലപ്പോൾ വിധി ചിലപ്പോൾ നല്ല റോഡിലോ എവിടെ ആയിക്കോട്ടെ, വല്ല കടത്തിണ്ണയിലോ അനാഥത്തെ എവിടെ ആവട്ടെ, പക്ഷേ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവിടെ എന്താ സ്വർഗമായിരിക്കും. ഭഗവാനാണല്ലോ നമ്മളെ നയിക്കുന്നത്. എവിടെ കിടന്നാലും ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയക്കാൻ എന്തിരിക്കുന്നു. സ്വന്തം മക്കൾ ഭക്തനാണോ, ഭഗവാൻ അവിടെ എവിടെ ആയാലും കിടന്ന് മുചുകുന്ദൻ ഗുഹയ്ക്കകത്തായിട്ട് ഭഗവാൻ അവിടെ ചെന്ന്, അല്ലാതെ ഭഗവാനടക്കം മുചുകുന്ദനല്ല വന്നത്, ആ ഭക്തനെ തേടി അവിടെ ചെന്ന്. എങ്ങനെയാ യവനൻ കാരണമായാലും. അപ്പോൾ ഭഗവാൻ അറിയാം, ഭഗവാൻ അവിടെ ചെല്ലുമ്പോൾ ഇവൻ കൂടെ വരും. ഇവന് അതാണ് ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത്. യവനനെ മരണത്തിൽ ഭഗവാൻ കൊല്ലേം വേണ്ട. അതിന് യഥാർത്ഥമായ അദ്ദേഹം മുമ്പേ ഉണർന്ന് നോക്കുന്ന ആരെ കാണുന്ന അത് മരിക്കും, അങ്ങനെണ്ട ഭസ്മമായി പോകും. അതുകൊണ്ട് ഭഗവാൻ മനഃപൂർവ്വം തന്നെ അവിടേക്ക് അവനെ എത്തിച്ചു. ഭഗവാൻ മറഞ്ഞു നിന്നു. അവൻ ഭസ്മമായി പോയി. അദ്ദേഹം ഭക്തനായതുകൊണ്ട് ഭഗവാനെ പ്രത്യക്ഷമായി കാണുകയും ചെയ്യുന്ന വിഷ്ണു രൂപത്തിലാണ്, ശ്രീകൃഷ്ണനായിട്ടല്ല. എന്നുവെച്ചാൽ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം വിഷ്ണു രൂപമായിട്ട് തന്നെ അദ്ദേഹത്തിന് മുമ്പിൽ ഭഗവാൻ വിചാരിക്കുമ്പോൾ ഏത് രൂപം എടുക്കാമല്ലോ. അങ്ങനെ അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷമായപ്പം ഭഗവാനോട് പറയുന്നു, ഹേ ദേവാ, ഞാൻ ഇക്ഷ്വാകു വംശജനായ ഒരു രാജാവാണ്. എൻ്റെ പേര് മുചുകുന്ദൻ എന്നാണ്. ഞാൻ രാജഭോഗ സുഖങ്ങളിൽ നിന്ന് വിരക്തി വന്നവനാണ്. എല്ലാത്തിനും അവൻ വിരമിച്ചു കഴിഞ്ഞു. അങ്ങയുടെ പ്രീതി ഒന്ന് മാത്രമാണ് ആഗ്രഹം. നമ്മൾക്കും അത് മാത്രം മതി. ഭഗവാന്റെ പ്രീതി ഉണ്ടെങ്കിൽ സർവ്വവും നേടാം. അർജുനൻ എന്താ ജയം വന്നത്? വേറെ ഒന്നും അർജുനന് വേണ്ട. ബന്ധക്കാരും സ്വന്തക്കാരൊക്കെ മറ്റവനെടുത്തോട്ടെ, ആർക്കാ ദുര്യോധന എടുത്തോട്ടെ, എനിക്ക് ഭഗവാൻ മാത്രം മതിയെന്ന് അർജുനന്. അങ്ങനെ നമ്മളെല്ലാവരും നമുക്ക് ഭഗവാൻ മതി. ഒരിക്കലും നമ്മുടെ അന്ത്യകാലം വരെ ഒരു മനുഷ്യരും നമുക്ക് സഹായമായിട്ട് നിൽക്കത്തില്ല. 10 ദിവസം നിന്നിട്ട് നമ്മളൊരു 100 ദിവസമാണ് കിടപ്പാൽ നിന്നിട്ട് നമ്മൾ 90 ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് നരകത്തിൽ കിടക്കും. ഇവർ 10 ദിവസം സർവ്വ എണ്ണം ഒഴിഞ്ഞു പോകും. അപ്പോഴും നമുക്ക് അവസാനം വരുന്നത് ഭഗവാൻ. അപ്പോൾ നേരത്തെ കൂട്ടി നമുക്ക് മനസ്സിലാക്കണം. ഇന്ന് ലോകത്തെല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഇതെല്ലാത്തിൽ നിന്നെല്ലാം വിരമിച്ച് ഈശ്വരനെ മാത്രം മുറുകെ പിടിക്കുക. അതാണ് നമുക്കിത് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് പറഞ്ഞു? ഭഗവാന്റെ പ്രീതി ഒന്ന് മാത്രമാണ് ആഗ്രഹം എന്നിങ്ങനെ പറഞ്ഞ് സ്തുതിക്കുന്ന മുചുകുന്ദനെ. അത് പറഞ്ഞിട്ട് സ്തുതിക്കുക അദ്ദേഹം അന്ന്. അതുമല്ല, അദ്ദേഹം മറ്റവനെ ഭസ്മമാക്കിയപ്പം എന്താ പെട്ടെന്ന് തന്നെ ഭഗവാൻ പ്രത്യക്ഷമായത്. ആ ഒരു ഭസ്മമാക്കുമ്പോൾ ഒരു മനസ്സിൻ്റെ പീഡയൊന്നും വേണ്ട. ഭഗവാൻ അപ്പോഴും പ്രത്യക്ഷമാകുമ്പോൾ അതിന് സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവുകയും ചെയ്യും. അപ്പോഴും ഭഗവാനെ പെട്ടെന്ന് കാണുകയും പ്രാർത്ഥിച്ച് സ്തുതിച്ചുകൊണ്ട് നിൽക്കുകയും. അപ്പോൾ പറയുന്നത് മുചുകുന്ദന് വരപ്രാപ്തിയിൽ ഒന്നും ആഗ്രഹമില്ലാത്തവനായി ഭഗവാൻ കണ്ടു. കാരണം എന്താ പറയുക, എനിക്ക് ഭഗവാന്റെ പ്രീതി ഒന്ന് മാത്രമാണ് ആഗ്രഹം എന്നിങ്ങനെ സ്തുതിക്കുന്ന മുചുകുന്ദനെ വരപ്രാപ്തിയിൽ ഒന്നും ആഗ്രഹമില്ലാത്തവനായി കണ്ട ഭഗവാൻ എന്ത് സന്തോഷപൂർവ്വം നിർമ്മലവും മോക്ഷതുല്യവുമായ ഭക്തിയെയും പിന്നെ മോക്ഷവും പ്രദാനം ചെയ്തു. എന്നിട്ട് ഭഗവാൻ പറയും, ഹിംസാദോഷം നീങ്ങുന്നതിന് വേണ്ടി തപസ്സനുഷ്ഠിക്കണമെന്നൊരു ഇത് കൊടുത്തു. കാരണം ഭസ്മമായി പോകുമ്പോൾ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ. കാരണം മോക്ഷം കിട്ടേണ്ട ആളല്ലേ. അപ്പം മറ്റു ദോഷങ്ങളൊന്നും വേണ്ട. അതിന് ഭഗവാൻ പറഞ്ഞ് തപസ്സനുഷ്ഠിക്കാൻ പറഞ്ഞു. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരെ വായിച്ചത്. നമുക്ക് 12ാമത്തെ ശ്ലോകം കൂടെ വായിക്കുമ്പോൾ ഇതങ്ങ് തീരും. നമുക്ക് അത് വായിക്കാം. ശ്ലോകം 12. തദനു മധുരാം ഗത്വാ ഹത്വാ ചമൂം യവനാഹൃതാം മഗധ പതിനാ മാർഗേ സൈന്യൈ പുരേവ നിവാരിത ചരമ വിജയം ദർപ്പായാസ്മൈ പ്രദായ പലായിതോ ജലധി നഗരീം യാതോ വാതാലയേശ്വര പാഹി മാം. തദനു മധുരാം ഗത്വാ ഹത്വാ ചമൂം യവനാഹൃതാം മഗധ പതിനാ മാർഗേ സൈന്യൈ പുരേവ നിവാരിത ചരമ വിജയം ദർപ്പായാസ്മൈ പ്രദായ പലായിതോ ജലധി നഗരീം യാതോ വാതാലയേശ്വര പാഹി മാം. അങ്ങനെ തപസ്സനുഷ്ഠിക്കാൻ പറഞ്ഞതിന് ശേഷം ഭട്ടതിരിപ്പാട് പറഞ്ഞ, ഭഗവാനേ ഗുരുവായൂരപ്പ, ഭഗവാനെ അങ്ങ് മധുരയിൽ തിരിച്ചെത്തി യവനൻ കൊണ്ടുവന്നിരുന്ന സൈന്യത്തെ മുച്ചുട്ടം മുട്ടിച്ച് എല്ലാത്തിനെയും നശിപ്പിച്ച് ഭഗവാൻ. അങ്ങനെ മധുരയിൽ തിരിച്ചെത്തി ഇത് യവനൻ്റെ ആ 3 കോടി സൈന്യമായിട്ടല്ലേ വന്നത്, അതിനെല്ലാം ഭഗവാൻ മുട്ടിച്ചു. പിന്നെ ദ്വാരകയിലേക്ക് പോകും വഴിക്ക് ഭഗവാൻ എല്ലാം അവരെ നശിപ്പിച്ചിട്ട് അവനും പിന്നും പടകടപ്പുണ്ട് ജരാസന്ധന്. അങ്ങനെ ഭഗവാൻ അതെല്ലാം നശിപ്പിച്ചിട്ട് പോകും വഴിക്ക് ദ്വാരകയിലേക്ക് പോകുവാണ്. ആ വഴിക്ക് വീണ്ടും ഈ ജരാസന്ധൻ സൈന്യസമേതം ആക്രമിച്ചു ഭഗവാനെ. വീണ്ടും അവൻ ഒന്ന് അഹങ്കരിച്ച് കൊള്ളട്ടെ എന്ന് ഭഗവാൻ വിചാരിച്ചിട്ട് അന്തിമ യുദ്ധത്തിൽ അവന് ജയം നൽകി. കാരണം
അവസാന നിമിഷം വീണ്ടും ആക്രമിച്ചപ്പോൾ ഭഗവാൻ വിചാരിച്ചു അവനൊന്ന് ജയിച്ച് അഹങ്കരിച്ച് കൊള്ളട്ടെ എന്ന് കരുതിയിട്ട് ഭഗവാൻ എന്ത് ചെയ്ത് ഓടിക്കളഞ്ഞു. അവിടുന്ന് അങ്ങ് ഓടി. എവിടോട്ടാണ് കയറിയത്? അവിടുന്ന് ദ്വാരകയിൽ എത്തിച്ചേർന്ന ഹേ ദ്വാരകാധീശ ഗുരുവായൂരപ്പ, ഈ ഭട്ടതിരിപ്പാട് പറയുന്നത്. അങ്ങനെ അന്തിമ വിജയം അവന് തന്നെ കൊടുത്തിട്ട് ഭഗവാൻ ഓടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ തോറ്റോടി നല്ലേ വരത്തുള്ളൂ. അതുകൊണ്ട് അവൻ ജയിച്ചു കൊള്ളട്ടെ എന്ന് കരുതിയിട്ടാണ് ഭഗവാൻ ഓടുന്നത്. അപ്പം ജരാസന്ധൻ എന്ത് വിചാരിക്കും? തോറ്റുപോയി ഓടിയെന്ന് കരുതത്തുള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത്, ഭട്ടതിരിപ്പാട് പറയുന്നത്, അങ്ങനെയുള്ള ഭഗവാനെ, കാരണം അദ്ദേഹം എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എൻ്റെ രോഗങ്ങളെ എന്നെ മാറ്റി രക്ഷിക്കണമേ. നമ്മളും ഇങ്ങനെയുള്ള ഭഗവാനോട് എപ്പോഴും എന്ത് നമ്മൾ കാര്യങ്ങൾ ഇതുപോലെ ഭഗവാന്റെ വർണ്ണനകൾ ചെയ്യുമ്പോഴും ഭഗവാനെ അങ്ങനെയുള്ള കൃഷ്ണ എന്തും നമുക്ക് വിഷമങ്ങൾ എന്താണ് അത് പറഞ്ഞ് നമ്മളും ഭട്ടതിരിപ്പാടിനെ പോലെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവിടെ എന്താ ഭഗവാൻ ഓടിക്കളഞ്ഞത്? യുദ്ധത്തിൽ ഭഗവാനും രാമനും ഒന്നിച്ച് പ്രവർഷണഗിരി മുകളിൽ കയറി നിന്ന് ഇവൻ്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടെച്ചാൽ ഇവൻ ജയിച്ചു കൊള്ളട്ടെ എന്ന് കരുതി ഓടി. അവൻ തൽക്കാലം അവൻ ജയിച്ചു നിൽക്കട്ടെ എന്ന് അഹങ്കരിച്ചോളട്ടെ എന്ന് കരുതി. അങ്ങനെ യുദ്ധത്തിൽ ഭഗവാൻ രാമനും കൂടെ ഒന്നിച്ച് പ്രവർഷണഗിരി മുകളിൽ, പർവ്വതമുകളിൽ കയറി നിന്നപ്പോൾ ജരാസന്ധൻ അത് കണ്ടിട്ട് സൈന്യങ്ങൾ ഗിരിക്ക് ചുറ്റും അങ്ങ് നിന്നു. അവൻ്റെ സൈന്യങ്ങൾ പർവ്വതത്തിന് ചുറ്റും നിന്നാൽ പിന്നെ ഭഗവാൻ തിരിച്ചങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്ത്? അവൻ്റെ സൈന്യങ്ങളെല്ലാം ചുറ്റിനും അങ്ങ് വളഞ്ഞിട്ട് ഭഗവാനെ പിടിക്കാൻ കഴിയാത്തതിനാൽ ഭഗവാൻ അങ്ങ് ആ പർവ്വതത്തിന് മുകളിലേക്ക് അങ്ങ് പോയില്ലേ. അപ്പോൾ ഭഗവാനെ പിടിക്കാൻ കഴിയാത്തതിനാൽ ഗിരിക്ക് ചുറ്റും തീ കൊളുത്തി. അപ്പോൾ ആ പർവ്വതത്തിന് ചുറ്റും തീ കൊളുത്തിയാൽ പിന്നെ ഭഗവാൻ എങ്ങോട്ട് പോകും? ആകാശത്തോട്ട് കയറി പോകാൻ പറ്റത്തില്ലല്ലോ. താഴേക്ക് ഇറങ്ങിയാൽ താഴെ മൊത്തം ചുറ്റിനും തീയാണ്. അപ്പം അങ്ങനെ മരിച്ചോട്ടെന്ന് ഈ ജരാസന്ധൻ വിചാരിച്ചു. അപ്പം മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പോൾ ഗിരിക്ക് ചുറ്റും അത് പർവ്വതത്തിന് ചുറ്റും തീ കൊളുത്തി. ആ തീയിൽ ഭഗവാനും കൂട്ടരും, അതായത് രാമനും ഒക്കെ ചാമ്പലായി പോകുമെന്ന് അവനങ്ങ് കരുതി. ഭഗവാനും കൃഷ്ണനും രാമനും ഒക്കെ ആ തീയിൽ ചാമ്പലായി പോയി ഭസ്മമായി പോകുമെന്ന് അവൻ ധരിച്ചു. എന്നാൽ ഭഗവാൻ എന്ത് ചെയ്തു? തീ കൊളുത്തുന്ന ഭഗവാൻ കണ്ട് തീയിൽ നിന്ന് അത് ഭഗവാൻ അത് കണ്ടത് മനസ്സിലായി. അപ്പം തീ കൊളുത്തുന്ന ഭഗവാൻ മണ്ടേതിരിക്കുമ്പോൾ കാണാമല്ലോ ചുറ്റിനും തീ കൊളുത്തുക. അത് കണ്ട് ഗിരി മുകളിൽ നിന്ന് ഭഗവാൻ എന്ത് ചെയ്തു? ഒറ്റ ചാട്ടത്തിന് ദ്വാരകയിലെത്തി. എന്നിട്ട് ഭഗവാൻ എന്താ ചിന്തിച്ച? ജരാസന്ധൻ സുഖിച്ച് വാണുകൊണ്ടിരുന്നത്. ഇദ്ദേഹം ഈ ജരാസന്ധൻ അറിയുന്നില്ല ഭഗവാൻ ഇതിൻ്റെ മണ്ടയിൽ നിന്ന് ദ്വാരയിലേക്ക് കുതിച്ച് ചാടുമെന്നൊന്നും കരുതുന്നില്ല. തീ കൊളുത്തിയാൽ പിന്നെ അവിടെ ഭഗവാൻ പിന്നെ ഭസ്മമായി പോകുന്നവന് കരുതി പോകുമല്ലോ. ആർക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റും. താഴേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ചുറ്റിനും തീ വളഞ്ഞാൽ പിന്നെ എങ്ങനെ പോകും? അപ്പോൾ ജരാസന്ധൻ അറിയുന്നില്ല ഭഗവാന്റെ ഇത്രയും വലിയ ശക്തിമാനാണ്. മായയുണ്ട്, പിന്നെ യോഗബലം കൊണ്ട് സമുദ്രത്തിൽ കെട്ടിടം പുരി അത് എല്ലാവർക്കും ഗൃഹങ്ങൾ തീർത്ത് യോഗബലം കൊണ്ട് എല്ലാവരും അവിടെ ആക്കി ഭഗവാനെ സുഖമായി അവിടെ കഴിയാം. പക്ഷേ ഇവൻ്റെ സൈന്യത്തിനെ മൊത്തം മുടിപ്പിക്കാനാണ് ഭഗവാനോട് അവതരിച്ചത്. അതുകൊണ്ടത് മാറ്റി പേടിച്ച് ഓടാൻ പറ്റില്ല. ഭഗവാനിവിടെ ആരും ഭഗവാനെ കൊല്ലാൻ പറ്റില്ല. കാരണം ഭഗവാനോട് അവതരിച്ചത് എന്തിനാണ്? ഇവനെയൊക്കെ നശിപ്പിക്കാനാണല്ലോ, ഇവൻ്റെ ദുഷ്ടതരങ്ങളെ മാറ്റാനാണല്ലോ. പക്ഷേ ജരാസന്ധൻ വിചാരിച്ചെന്താ? തീയിൽ രാമനും കൃഷ്ണനൊക്കെ നശിച്ചു പോയി, വെന്ത് ചാമ്പലായിപ്പോയി എന്ന് അവനങ്ങ് കരുതി. അപ്പോൾ ഒറ്റ ചാട്ടത്തിന് ഭഗവാൻ ദ്വാരകയിലെത്തി. ജരാസന്ധൻ സുഖിച്ച് വാണുകൊണ്ടുവരുന്നു. കാരണം എന്താ? ഭഗവാനെ അടുത്ത നിമിഷം കാണുന്നത് വരെ അവൻ ചിന്തിക്കുന്നത് എന്താ? രാമനും കൃഷ്ണനും വെന്തുപോയി. അങ്ങനെ എന്തു വന്നു? കൃഷ്ണാദികൾ തീയിൽ വെന്തു മരിച്ചു എന്ന സമാധാനത്തിൽ ജയഭേരി മുഴക്കി തിരിച്ചുപോയി. കൃഷ്ണനും രാമനും വെന്ത് നശിച്ച് ചാമ്പലായി ഘോഷം മുഴക്കി. എല്ലാവരും പെരുമ്പറ കൊട്ടുന്ന പോലെ ജയഘോഷമായിട്ട് ജയഭേരി മുഴക്കി തിരിച്ചുപോയി. എല്ലാവരും വിചാരിക്കുന്നത് എന്താ? കൃഷ്ണനും രാമനും വെന്തു മരിച്ചു, കൃഷ്ണനും രാമനും വെന്തു മരിച്ചു. ഇതാണ് ജയഭേരി. ഇങ്ങനെ അവൻ മുഴക്കിക്കൊണ്ട് പോയി. അവൻ അറിയുന്നില്ലല്ലോ ഭഗവാൻ ദ്വാരയിലേക്ക് ചാടി എന്നുള്ളത്. അങ്ങനെ ജരാസന്ധന് ജയം നൽകി എന്ന് പറഞ്ഞതാ. ജരാസന്ധന് ജയം കിട്ടുന്നത് കുറച്ച് ദിവസത്തേക്ക്. ഭഗവാൻ വീണ്ടും വെളിയിൽ വരുമ്പോൾ അപ്പോഴറിയാം, കൃഷ്ണൻ മരിച്ചില്ലായിരുന്നു എന്ന് പിന്നറിയാം. അപ്പോൾ എല്ലാവരുടെയും ധാരണ ഈ സൈന്യങ്ങൾ, ഇവൻ്റെ ശത്രുക്കളായ സൈന്യങ്ങൾ എല്ലാവരും വിചാരിച്ചെന്താണ്? ഭഗവാനും രാമനും വെന്തു മരിച്ചുപോയി. ആ ജയഘോഷം എല്ലായിടവും അങ്ങ് പൊട്ടിപ്പുറപ്പെടുവിച്ചു. എല്ലാവരും ധരിച്ചും കാണും, നാട് മൊത്തവും പരന്നും കാണും. കാരണം എല്ലായിടവും അറിയിക്കുമല്ലോ ഇത്. അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ ഭഗവാനും വിചാരിച്ചെന്താ? അല്പം സന്തോഷിച്ചോട്ടെ, അഹങ്കരിച്ചോട്ടെ. ഭഗവാനും വിചാരിക്കുന്നത് അങ്ങനെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇത് ഇത്രയേ ഉള്ളൂ കളെ. ഇനി അടുത്തത് വേറെ ദശകം 78 അത് രേവതി പരിണയം രുക്മിണി പ്രാർത്ഥന. ഞാൻ വായിച്ചിട്ടില്ല. ഇനി ഇത് ഇടാൻ നേരത്തെ ഞാൻ വായിക്കത്തുള്ള, അല്ലാതൊരു വായനയൊന്നുമില്ല. എല്ലാവർക്കും നമസ്കാരം. ഒരു വട്ടം 2 വട്ടം അതിൻ്റെ പദം ഈ സംസ്കൃതം ഒന്ന് നോക്കിയിട്ട് അങ്ങ് ഇതിലങ്ങ് ഇടും. ഇത്രയേ ഉള്ളൂ.
എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.